ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ്. നമുക്ക് ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ഓണത്തിൻ്റെ വളരെ സ്പെഷ്യലായ ഒരു മധുരമാണ്, അതായത് പഴംനുറുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതും അല്ല, എന്നാൽ തീരെ പഴുക്കാത്ത പഴമല്ല കേട്ടോ. ഒരു അത്യാവശ്യം കുറച്ച് പഴുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള പഴം വേണം എടുക്കാൻ. നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് പഴംനുറുക്ക് റെഡിയാക്കാൻ നോക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ള എന്നാൽ വളരെ ഹെൽത്തിയാണ് കേട്ടോ. തിരുവോണത്തിനൊക്കെ പ്രാതലിനൊക്കെ എപ്പോഴും പഴയ ആളുകൾക്കൊക്കെ നിർബന്ധമായിരുന്നു. ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പഴം നുറുക്ക്. ഈ പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പുറത്ത് നല്ല മഴയാട്ടോ. ശബ്ദം ക്ലിയർ അല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. നെയ്യിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ പഴംനുറുക്കിന്. ഇതൊന്ന് ഫ്രൈ ആയി വരുന്നപ്പോഴേക്ക് നമുക്കൊന്ന് ശർക്കര പാനി ഉണ്ടാക്കണം. അത് ചെയ്യാം. 2 സൈഡും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതൊന്ന് റെഡിയായി വരട്ടെ. നമുക്ക് അപ്പോഴേക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെല്ലം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പാനി ഉണ്ടാക്കാം. ഫ്രൈ ചെയ്യാൻ വെച്ച നമ്മുടെ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പശുവിൻ നെയ്യിൽ അപ്പുറത്തെ സൈഡും കൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ പാനാണ്. പശു നെയ്യ് ഇതിലുണ്ട് കുറച്ചൊക്കെ. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ വറുത്തെടുക്കാം, ഇളക്കി കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുക എന്നൊക്കെ പറയും. അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി വരണം കേട്ടോ.
ഈ ശർക്കര പാനിയെല്ലാം ഒന്ന് തിക്കായി വരണം. തേങ്ങയും എല്ലാം കൂടെ ഇതിൽ നന്നായിട്ട് ചേർന്നിട്ട് ഒന്ന് തിക്കായി വരണം ഈ നമ്മുടെ പഴത്തിൻ്റെ കഷ്ണങ്ങളുടെ കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ പഴം നുറുക്കിന്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ പഴംനുറുക്കില്ലാത്ത എന്ത് ഓണം, അങ്ങനെയാണ് പഴമക്കാർക്കൊക്കെ. ഇപ്പോഴും ന്യൂ ജനറേഷൻ ഓണമല്ലേ, പഴംനുറുക്കൊക്കെ വെച്ച് സദ്യയൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ തിരുവോണം, നമ്മുടെ കേരളീയരുടെ ഒരു ഉത്സവം തന്നെ ഇതൊക്കെയാണല്ലോ. പഴംനുറുക്കിലാണ് നമ്മളെ സദ്യയൊക്കെ തുടങ്ങുന്നത്. ഇതുപോലെ കുറച്ച് തിക്കാക്കി എടുക്കണം. ഇങ്ങനെ കുറച്ച് തിക്കായി വരുമ്പോൾ നമുക്കിതിൽ ഒരു കൂട്ടം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ഗ്ലാസ് തേങ്ങയുടെ പാൽ. ഞാൻ നേരത്തെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/2 കപ്പ് തേങ്ങയുടെ പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് വന്നിട്ട് നല്ല തിക്കായി വരണം കേട്ടോ. ഇതുപോലെ തിക്കായി വരണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പാകം. നമ്മുടെ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ആഹാ, കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ പശുനെയ്യുടെയും ശർക്കരയുടെയും ഏലക്കായുടെയൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പഴം നുറുക്കിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു ഇലയിലേക്കാണ് മാറ്റുന്നത്. അപ്പോഴാണ് കാണാനും കഴിക്കാനും ഒക്കെ ഒരു ടേസ്റ്റ്. നമ്മുടെ പഴം നുറുക്ക് ഇതാ ഞാൻ മുഴുവനായിട്ട് ഇലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറുത്ത എള്ള് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ പഴംനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഓണമല്ലേ വരാൻ പോകുന്നത്. നമ്മുടെ പഴംനുറുക്കൊക്കെ ആയിട്ട് തിരുവോണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.